നമസ്കാരം. നമ്മുടെ സബ്ജക്റ്റ് സർവേയിങ്. സർവേയിങ്ങിൽ നമ്മൾ 4th മോഡ്യൂളാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ 4th മോഡ്യൂളിൽ ഒരു ടോപ്പിക്കായ കോണ്ടൂർ ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ ആ കോണ്ടൂറിന്റെ ബാക്കി ഭാഗം നമുക്ക് ഇന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ 4th മോഡ്യൂളിൽ ലെവലിങ്ങിന്റെ ടൈപ്സ് നോക്കി. പിന്നെ അതുപോലെ കോണ്ടൂർ എന്താണെന്നുള്ളത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. അപ്പൊ നിങ്ങൾക്ക് ഓർമ്മയുണ്ട് എന്ന് വിചാരിക്കുന്നു. കോണ്ടൂർ എന്ന് പറഞ്ഞാൽ എന്താണ്? കോണ്ടൂർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ആൻ ഇമാജിനറി ലൈൻ വിച്ച് കണക്ട്സ് പോയിന്റ്സ് ഓഫ് ഈക്വൽ എലിവേഷൻ. അതായത് ഒരേ ഹൈറ്റിൽ നിൽക്കുന്ന പോയിന്റുകളെ ജോയിൻ ചെയ്തുകൊണ്ട് നമ്മളൊരു ലൈൻ വരയ്ക്കുകയാണ്. അപ്പൊ ആ ലൈനിനെയാണ് കോണ്ടൂർ എന്ന് പറയാം അല്ലെ. അതായത് ഇപ്പൊ ഇതൊരു കോണ്ടൂർ ആണ്, ഇതൊരു കോണ്ടൂർ ആണ്, ഇതൊരു കോണ്ടൂർ ആണ് അല്ലെ. അപ്പൊ അതാണ് കോണ്ടൂർ. അങ്ങനെ വരയ്ക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? കോണ്ടൂറിങ് എന്ന് വിളിക്കുക. ഓക്കെ. അപ്പൊ അതാണ് കോണ്ടൂറിനെ കുറിച്ച് പറയാനുള്ളത്. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. ഒരു മലേന്റെ ഒക്കെ കോണ്ടൂർ വരച്ചു. അതുപോലെ തന്നെ ഒരു വാലി എന്നുവെച്ചാൽ ഒരു താഴ്ച അല്ലെ, ഇത് താഴ്ന്ന വാലിയുടെ കോണ്ടൂർ വരച്ചിരുന്നു. അപ്പൊ അതില് വ്യത്യാസം കാണാൻ ഒരുപോലെ ആയിരിക്കും, പക്ഷെ വ്യത്യാസം എന്തായിരുന്നു? ഈ എഴുതിയ നമ്പറിലായിരുന്നു വ്യത്യാസം. അതായത് ഇപ്പൊ ഈ കാണിച്ചിരിക്കുന്ന ഫിഗറില് നമ്മുടെ 20, 40 എന്ന് കാണിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ 20 ഉള്ളിലാണ്, അതായത് ചെറിയ ഹൈറ്റ് ഉള്ളിലാണ്. പിന്നെ പുറമേക്ക് വരുന്തോറും ഹൈറ്റ് കൂടിക്കൂടി വരികയാണ്. അപ്പൊ ഇതെന്തായിരിക്കും? ഒരു വാലിയാണ് അല്ലെ. പിന്നെ അതുപോലെ മൗണ്ടെയിൻ ആണെങ്കിൽ, മലയാണെങ്കിൽ നേരെ തിരിച്ചായിരിക്കും വരിക. ഇവിടെ ആയിരിക്കും ഏറ്റവും വലിയ വാല്യൂ വരിക അല്ലെ. ഇത് പ്ലാൻ വ്യൂ ആണ്, മുകളിൽ നിന്ന് കാണുമ്പോൾ ഉള്ള വ്യൂ ആണ്. അപ്പോൾ എന്താണ്, ഉള്ളിലായിരിക്കും ഏറ്റവും വലിയ വാല്യൂ വരിക. ഓക്കെ. അപ്പൊ അതാണ് വ്യത്യാസം. അപ്പൊ ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കോണ്ടൂർ ആണ്. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കോണ്ടൂർ ഇത് ഒരു ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ് കേട്ടോ. ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ കാണുന്ന ക്വസ്റ്റ്യൻ ആണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കോണ്ടൂർ. അപ്പൊ ഇതിന് കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്, നിങ്ങൾ പഠിക്കേണ്ടതായിട്ട് തന്നെ. അതായത് ഈ ലൈൻസ് ഇതേപോലെ തന്നെ പഠിച്ചു വെക്കാൻ കഴിഞ്ഞാൽ വളരെ നല്ലത്. ഓക്കെ. ആദ്യം നമുക്ക് നോക്കാം ഓരോന്നായിട്ട്. കോണ്ടൂർ ലൈൻസ് മസ്റ്റ് ക്ലോസ് നോട്ട് നെസസറിലി ഇൻ ദ ലിമിറ്റ്സ് ഓഫ് ദ പ്ലാൻ. അതായത് എല്ലാ കോണ്ടൂർ ലൈനുകളും ക്ലോസ്ഡ് ഫിഗർ ആയിരിക്കും. കണ്ടില്ലേ? അതായത് നിങ്ങൾക്കറിയാലോ എന്താണ് ക്ലോസ്ഡ് ഫിഗർ, എന്താണ് ഓപ്പൺ ഫിഗർ അല്ലെ. ഇതാ ഇപ്പൊ ഈ ഒരു ലൈൻ നോക്കൂ. ഈ ഒരു ലൈൻ എന്ന് പറയുന്നത്, ഈ പച്ച ലൈൻ കാണുന്നത് ഒരു ഓപ്പൺ ഫിഗർ ആണ് അല്ലെ, ഒരു ക്ലോസ്ഡ് അല്ല. ക്ലോസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടഞ്ഞ ഫിഗർ ആയിരിക്കും അല്ലെ. അപ്പൊ ഈ ഒരു വട്ടം എന്ന് പറയുന്നത് അടഞ്ഞതാണ് അല്ലെ, ക്ലോസ്ഡ് ആണ്. അപ്പൊ ഈ കോണ്ടൂർ ലൈൻ, കോണ്ടൂർ എന്ന് പറയുന്നത് എപ്പോഴും ക്ലോസ്ഡ് ആയിരിക്കും. ഓക്കെ. എപ്പോഴും ഒരു ക്ലോസ്ഡ് ഫിഗർ ആയിരിക്കും കോണ്ടൂർ. പക്ഷെ എന്താ പറയുന്നത്, നമ്മുടെ പ്ലാനിൽ ഒതുങ്ങണമെന്നില്ല. അതായത് നമ്മൾ കാണുമ്പോൾ ഇപ്പൊ ഈ ഒരു ഇതിൽ കാണുന്ന പോലെ ഇവിടെ കണ്ടില്ലേ, ക്ലോസ്ഡ് അല്ല. പക്ഷെ ഈ പ്ലാൻ നമ്മൾ ഒന്നുകൂടെ എക്സ്റ്റെൻഡ് ചെയ്താൽ ഇവിടെ ക്ലോസിങ് വരും. മനസ്സിലായില്ലേ? അപ്പൊ ഏതൊരു കോണ്ടൂർ ലൈനും ക്ലോസ്ഡ് ആയിരിക്കും എന്നുള്ളതാണ് ആദ്യത്തെ ക്യാരക്ടർ കോണ്ടൂറിന്റെ. പിന്നെ പറയുന്നത് വൈഡ്ലി സ്പേസ്ഡ് കോണ്ടൂർ ഇൻഡിക്കേറ്റ്സ് ഫ്ലാറ്റ് സർഫസ്. അതായത് നമ്മുടെ ഈ കോണ്ടൂർ, നമ്മൾ 2 ലൈനുകൾ വരച്ച്, കോണ്ടൂർ ലൈൻസ് വരച്ച് അതിനിടയിലുള്ള സ്പേസ് ഇല്ലേ, ആ സ്പേസ് വളരെ കൂടുതലാണെങ്കിൽ അങ്ങനത്തെ ഒരു കോണ്ടൂർ റെപ്രസെന്റ് ചെയ്യുന്നത് ഒരു പരന്ന പ്രദേശത്തെയാണ്, ഒരു ഫ്ലാറ്റ് സർഫസ് ആണ്. നേരെ മറിച്ച് ഈ ലൈൻസ് അടുപ്പിച്ചടുപ്പിച്ച് വരികയാണെങ്കിൽ അതിനർത്ഥം the surface is undulating അല്ലെ, ഉയർന്നും താഴ്ന്നും ഒക്കെ ഉള്ള ഒരു ഇറഗുലർ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്.
നേരെ മറിച്ച് ഒരുപാട് സ്പേസ്, ഇപ്പൊ ഈ ഒരു കോണ്ടൂർ ലൈൻ ഞാൻ വരച്ച് ഈ ഇടയിൽ ഇതൊന്നും ഇല്ലാന്ന് വെക്കുക, ഈ അവസാനത്തെ ഈ ഒരു ലൈൻ മാത്രമേ ഉള്ളൂ, അതായത് ഒരുപാട് ഡിസ്റ്റൻസ് ഗ്യാപ്പ് ഉണ്ട് അല്ലേ രണ്ടും തമ്മിൽ. സോ ദാറ്റ് വിൽ റെപ്രസെന്റ് എ ഫ്ലാറ്റ് സർഫസ്. ഓക്കെ, ഇപ്പൊ ഈ ഒരു ഫിഗറിൽ നോക്കൂ, ഈ ഡിപ്രഷനിന്റെ അതായത് ഈ വാലിയുടെ കോണ്ടൂർ ആണ് ഈ വരച്ചിട്ടുള്ളത്. അപ്പൊ ഇവിടെ അടുത്തടുത്താണ് നമ്മുടെ കോണ്ടൂർ ലൈൻസ് വരുന്നത്. ഓക്കെ, പിന്നെ അതുപോലെ ക്ലോസ്ലി സ്പേസ്ഡ് കോണ്ടൂർ ഇൻഡിക്കേറ്റ്സ് സ്റ്റീപ്പ് ഗ്രൗണ്ട്. അത് ദാ ഇവിടെ കാണിച്ചത് തന്നെ, ഇതൊരു സ്റ്റീപ്പ് ഗ്രൗണ്ട് ആണ് അല്ലേ, ഒരു കുഴിയാണ്, ഡിപ്രഷൻ ആണ്, ആ കുഴിയുടെ കോണ്ടൂർ ആണ് ഈ വരച്ചിട്ടുള്ളത്. അപ്പൊ അത് ക്ലോസ്ലി സ്പേസ്ഡ് ആയിരിക്കും, അടുത്തടുത്തായിരിക്കും ആ കോണ്ടൂർ ലൈൻസ് വരിക. പിന്നെ അതുപോലെ ഈക്വലി സ്പേസ്ഡ് കോണ്ടൂർ ഇൻഡിക്കേറ്റ്സ് യൂണിഫോം സ്ലോപ്പ്. ഈക്വലി സ്പേസ്ഡ് ആണെങ്കിൽ, അതായത് രണ്ട് കോണ്ടൂർ ലൈൻസ് തമ്മിലുള്ള ഗ്യാപ്പ് ഒരുപോലെ ആണെങ്കിൽ അതിനർത്ഥം എന്താണ്? ആ തന്നിരിക്കുന്ന കോണ്ടൂർ ഒരു യൂണിഫോം സ്ലോപ്പിന്റെ കോണ്ടൂർ ആണ്. ഇപ്പൊ ഈ ഒരു കേസിൽ യൂണിഫോം ആണെന്ന് പറയാൻ കഴിയില്ല അല്ലെ. ഇപ്പൊ നമുക്ക് യൂണിഫോം എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മള് എന്താണ് യൂണിഫോം സ്ലോപ്പ്, ഒരേപോലെ സ്ലോപ്പ് ചെയ്ത് വരിക ഗ്രൗണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു പ്രദേശത്താണെങ്കിൽ നമ്മൾ വരയ്ക്കുന്ന കോണ്ടൂറിന്റെ ഇന്റർവെല്ലും ഒരേപോലെ ആയിരിക്കും. അതാണ് നാലാമത് പറയുന്നത്. പിന്നെ അതുപോലെ ഇറഗുലർ കോണ്ടൂർസ് ഇൻഡിക്കേറ്റ് അൺഈവൻ സർഫസ്. ഇറഗുലർ ആണെങ്കിൽ, ഇപ്പൊ ആദ്യം ചെറിയൊരു അടുത്താണ് അടുത്ത കോണ്ടൂർ ലൈൻ വന്നത്, പിന്നെ അടുത്ത കോണ്ടൂർ ലൈൻ കുറച്ച് ദൂരെയാണ്, പിന്നെ അടുത്തത് കുറച്ചുകൂടെ അടുത്താണ്, അങ്ങനെ ഇറഗുലർ ആയിട്ട് വരികയാണ് സ്പേസിംഗ് എങ്കിൽ അതിനർത്ഥം ഇറ്റ് ഈസ് റെപ്രസെന്റിങ് ആൻ ഇറഗുലർ സർഫസ്, അൺഈവൻ സർഫസ്. പിന്നെ അതുപോലെ അപ്രോക്സിമേറ്റ്ലി കോൺസെൻട്രിക് ക്ലോസ്ഡ് കോണ്ടൂർസ് വിത്ത് ഡിക്രീസിംഗ് വാല്യൂ ടുവേർഡ്സ് സെന്റർ ഇൻഡിക്കേറ്റ്സ് എ പോണ്ട്. അത് നമ്മൾ പറഞ്ഞ കാര്യമാണ്. എന്താ? നമ്മുടെ ഈ വാല്യൂ ഡിക്രീസിംഗ് ആയിട്ട് വരികയാണെങ്കിൽ, ഇവിടെ ഇൻക്രീസിങ്ങും അറ്റത്ത് ഇൻക്രീസിങ്ങും അറ്റത്ത് വലിയ വാല്യൂയും പിന്നെ നടുവിലോട്ട് വരുമ്പോൾ ഡിക്രീസിങ് ഓർഡറിൽ വരികയാണെങ്കിൽ, അതായത് വാല്യൂ കുറഞ്ഞു വരികയാണെങ്കിൽ അതിനർത്ഥം അതൊരു ഡിപ്രഷൻ ആണ്, അല്ലെങ്കിൽ അതൊരു പോണ്ടാണ് അല്ലെ. ഒരു കുളത്തിനൊക്കെ അതേപോലെ ആയിരിക്കും വരിക, നടുവിലായിരിക്കും ഏറ്റവും കൂടുതൽ താഴ്ച അല്ലെ. അപ്പൊ അത് പറഞ്ഞ കാര്യം തന്നെയാണ് കേട്ടോ. പിന്നെ അതുപോലെ അപ്രോക്സിമേറ്റ്ലി കോൺസെൻട്രിക് ക്ലോസ്ഡ് കോണ്ടൂർ വിത്ത് ഇൻക്രീസിംഗ് വാല്യൂ ടുവേർഡ്സ് സെന്റർ. പറഞ്ഞതിന്റെ നേരെ തിരിച്ച്, ആറാമത്തെ പോയിന്റിന്റെ നേരെ തിരിച്ചാണ് പറയുന്നത്. ഇവിടെ കുറവും പുറമേ കുറവും പിന്നെ താഴോട്ട് വരുന്തോറും ഉള്ളിലോട്ട് വരുന്തോറും ഇൻക്രീസിംഗ് ആയി വരികയാണെങ്കിൽ ദാറ്റ് വിൽ റെപ്രസെന്റ് എ ഹിൽ, ഒരു മൗണ്ടെയിൻ അല്ലെ, ഒരു കുന്നിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. പിന്നെ അടുത്തത് കോണ്ടൂർ ലൈൻസ് വിത്ത് യു ഷേപ്പ് വിത്ത് കോൺവെക്സിറ്റി ടുവേർഡ്സ് ലോവർ ഗ്രൗണ്ട് ഇൻഡിക്കേറ്റ്സ് എ റിഡ്ജ്. അതായത് നമ്മുടെ കോണ്ടൂർ ലൈൻ, നമ്മളിപ്പോ കോണ്ടൂർ വരയ്ക്കുകയാണ്, ഇപ്പൊ ഇത് നോക്കൂ, ഈ കോണ്ടൂർ ലൈൻ ഒന്നും ക്ലോസ്ഡ് ആയിട്ട് തോന്നുന്നില്ല അല്ലെ. നമ്മുടെ ഈ ഒരു ഫിഗറിലാണ് അത് ക്ലോസ്ഡ് ആയി തോന്നാത്തത്. പക്ഷെ നമ്മൾ ഈ ഒരു ഫിഗർ ബാക്കി കൂടെ കംപ്ലീറ്റ് ചെയ്താൽ ഇവിടെ ഈ കോണ്ടൂർ ലൈൻസ് ക്ലോസ്ഡ് ആയി വരും കേട്ടോ. ഈ ഓരോ ലൈനും ക്ലോസ്ഡ് ഫിഗർ ആയി തന്നെയാണ് മാറുക. ഓക്കെ, അപ്പൊ പറയുന്നത് എന്താണ്? ഈ കോണ്ടൂർ ലൈൻ വിത്ത് യു ഷേപ്പ്, അപ്പൊ നമ്മുടെ യു ഷേപ്പിലുള്ള കോണ്ടൂർ ലൈന് വിത്ത് കോൺവെക്സിറ്റി ടുവേർഡ്സ് ലോവർ ഗ്രൗണ്ട്, അപ്പൊ താഴോട്ടേക്ക് കോൺവെക്സ് ഷേപ്പിൽ വരികയാണ്. നിങ്ങൾ പഠിച്ചിട്ടില്ലേ ഫിസിക്സില്? കോൺവെക്സ്, കോൺകേവ് ഒക്കെ പഠിച്ചിട്ടുണ്ടല്ലോ അല്ലേ? ലെൻസ് ഒക്കെ പഠിക്കുമ്പോ കോൺവെക്സ് ലെൻസ്, കോൺകേവ് ലെൻസ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഈ ഒരു കോൺവെക്സ് ഷേപ്പ് താഴോട്ടേക്ക് വരികയാണെങ്കിൽ that will represent a ridge. നോക്കൂ, ഈ കോൺവെക്സ് ഷേപ്പിലൂടെ നമ്മൾ ഒരു വര വരച്ചാൽ that will represent a ridge line. നിങ്ങൾക്ക് എന്താണ് റിഡ്ജ് ലൈൻ എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ ഒരു ഫിഗർ കാണിച്ചിട്ടുണ്ട്. ഈ റിഡ്ജ് ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഏറ്റവും പൊന്തി നിൽക്കുന്ന ഭാഗങ്ങൾ ജോയിൻ ചെയ്തുകൊണ്ട് വരയ്ക്കുന്ന ലൈൻ. ഇപ്പൊ നമ്മളൊരു പ്രദേശം എടുക്കുകയാണ്, ഒരു സ്ഥലം എടുക്കുകയാണെങ്കിൽ ആ സ്ഥലത്ത് പൊന്തി നിൽക്കുന്ന ഭാഗങ്ങളെല്ലാം കൂടി വരയ്ക്കുന്ന ലൈൻ. ഇപ്പൊ ഈ ഒരു മല എടുക്കുകയാണ് ഒരു എക്സാമ്പിൾ ആയിട്ട്. അപ്പൊ ഈ മലയില് ഏറ്റവും മുകളിൽ കാണുന്ന ഈ ഒരു ലൈൻ, ഇതിനെയാണ് റിഡ്ജ് ലൈൻ എന്ന് പറയാം. ഓക്കെ, അപ്പൊ പറയുന്നത് ഈ കോൺവെക്സിറ്റി മുഴുവൻ നമ്മൾ ജോയിൻ ചെയ്ത് വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഈ കാണുന്ന റിഡ്ജ് ലൈൻ കിട്ടും എന്നാണ് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ കോണ്ടൂർസ് വിത്ത് വി ഷേപ്പ് വിത്ത് കോൺവെക്സിറ്റി ടുവേർഡ്സ് ഹയർ റൗണ്ട് ഇൻഡിക്കേറ്റ് വാലി. അപ്പൊ നേരെ തിരിച്ചാണ് നമ്മുടെ കോണ്ടൂർ, അതും വി ഷേപ്പ്. ഇത് യു ഷേപ്പ് ആയിരുന്നു, ഇത് വി ഷേപ്പിലാണ്. ഇതിൽ നമ്മളെല്ലാ മുകളിൽ പൊന്തി നിൽക്കുന്ന ഭാഗങ്ങളും ജോയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുക എന്താണ്? ഒരു വാലി. ഈ ജോയിൻ ചെയ്യുന്നതൊക്കെ താഴ്ന്ന പ്രദേശത്തെ സൂചിപ്പിക്കുന്ന ലൈനാണ്. ഇപ്പൊ ഇത് റിഡ്ജ് ഉള്ളത് പോലെ തന്നെ നമ്മുടെ കുഴിഞ്ഞു നിൽക്കുന്ന ഭാഗം വാലിയെ സൂചിപ്പിക്കുന്ന ലൈൻ ആയിരിക്കും ഈ കാണുന്നത്. ഓക്കെ, പിന്നെ അടുത്തത് കോണ്ടൂർ ലൈൻസ് ജനറലി ഡു നോട്ട് മീറ്റ് ഓർ ഇന്റർസെക്ട് ഈച്ച് അതർ. അത് നമുക്ക് ആലോചിക്കാവുന്നതാണ് അല്ലെ. രണ്ട് കോണ്ടൂർ ലൈൻസ് ഒരിക്കലും ടച്ച് ചെയ്യില്ല, തമ്മിൽ തൊടില്ല അല്ലെ. അത് ആലോചിക്കാമല്ലോ. ഇതിപ്പോ നമ്മുടെ ഹൈറ്റ് 50 യൂണിറ്റ് ഹൈറ്റിൽ നിൽക്കുന്ന ലൈനാണ് ഈ കാണുന്നത്. ഈ കാണുന്ന ലൈന് 60 യൂണിറ്റ് ഹൈറ്റിൽ നിൽക്കുന്ന ലൈനാണ് ഇത്. അപ്പൊ ഒരിക്കലും 50 യൂണിറ്റ് നിൽക്കുന്ന ലൈനും 60 യൂണിറ്റിൽ നിൽക്കുന്ന ലൈനും മീറ്റ് ചെയ്യില്ല അല്ലെ. ഒരിക്കലും തൊടില്ല. കാരണം ഇത് 50 യൂണിറ്റ് ഹൈറ്റിലുള്ളതാണ്, ഇത് 60 യൂണിറ്റ് ഹൈറ്റിലാണ്. പിന്നെ അതുപോലെ 70, 80, 90. അപ്പൊ പറയുന്നത് എന്താണ്? ഒരിക്കലും രണ്ട് കോണ്ടൂർ ലൈൻസ് തമ്മിൽ ഇന്റർസെക്ട് ചെയ്യില്ല അല്ലേ. ഓക്കെ, പിന്നെ അടുത്ത നമുക്ക് നോക്കാം. ഇഫ് കോണ്ടൂർ ലൈൻസ് ആർ മീറ്റിംഗ്, അപ്പൊ അങ്ങനെ തൊടില്ല എന്ന് നമ്മൾ പറഞ്ഞു, രണ്ട് കോണ്ടൂർ ലൈൻസ് തമ്മിൽ തൊടില്ല. പക്ഷെ അങ്ങനെ തൊട്ടാൽ അതിനർത്ഥം it shows the existence of a vertical cliff. ക്ലിഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, നമ്മുടെ ഒരു മല പോലെ ഉള്ള ഒരു പ്രദേശമാണ് ക്ലിഫ്. ഓക്കെ, അപ്പൊ ഈ ക്ലിഫിൽ ഇപ്പൊ നമ്മുടെ ഈ ഒരു ഹില്ലിന്റെ ഷേപ്പ് ഇങ്ങനെയാണെന്ന് വിചാരിക്കുക. ഇവിടെ ഇങ്ങനെ നമുക്ക് കുത്തനെ ഒരു ഇറക്കാണെന്ന് വിചാരിക്കാം. അങ്ങനെ നമ്മൾ ഈ കണ്ടിട്ടില്ലേ, കൊക്കയൊക്കെ കണ്ടിട്ടില്ലേ? അപ്പൊ അതുപോലെ കുത്തനെ ഉള്ള ഒരു ഇറക്കാണെന്ന് വിചാരിക്കാം. അപ്പൊ ആ ഒരു കുത്തനെ ഉള്ള ഇറക്കത്തിനെ നമ്മൾ വെർട്ടിക്കൽ ക്ലിഫ് എന്ന് പറയും. ഓക്കെ, അപ്പൊ ഈ വെർട്ടിക്കൽ ക്ലിഫ് വരുന്ന ഭാഗത്ത് നമ്മൾ കോണ്ടൂർ വരച്ചാൽ എങ്ങനെയായിരിക്കാം? ഇപ്പൊ ഞാൻ 50 യൂണിറ്റ് ഉള്ള കോണ്ടൂർ ലൈൻ വരച്ചു. പിന്നെ അടുത്തത് അതായത് ഈ ഒരു മുകൾ ഭാഗത്തുള്ള കോണ്ടൂർ ലൈൻ വരച്ചു. പിന്നെ അതിന് താഴെ ഈ ഒരു പോയിന്റിലൂടെ ജോയിൻ ചെയ്യുന്ന കോണ്ടൂർ ലൈൻ വരച്ചു. 40 അല്ലെ, 40 യൂണിറ്റിന്റെ. അടുത്തത് 30 യൂണിറ്റിന്റെ കോണ്ടൂർ ലൈൻ വരച്ചു. അപ്പൊ ഈ വരയ്ക്കുന്ന സമയത്ത് ഈ വെർട്ടിക്കൽ ക്ലിഫിൽ എന്ത് പറ്റും? ഈ വെർട്ടിക്കൽ ക്ലിഫില് എല്ലാ കോണ്ടൂർ ലൈനും അവിടെ വന്ന് തട്ടും അല്ലെ. കാരണം ഇത് കുത്തനെയാണ്, സ്ലോപ്പ് നേരെ കുത്തനെയാ പോകുന്നത്. അപ്പൊ ഇവിടെ എല്ലാം വന്ന് തട്ടും. അപ്പൊ അതാണ് പറയുന്നത്, കോണ്ടൂർ ലൈൻ തൊടില്ല എന്ന് നമ്മൾ പറഞ്ഞു, പക്ഷെ തൊട്ടാൽ ആ തൊടുന്ന ഭാഗത്ത് എന്തായിരിക്കും? ഒരു വെർട്ടിക്കൽ ക്ലിഫ് ആയിരിക്കും ഉള്ളത്. ഓക്കെ, അപ്പൊ അതാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ അതുപോലെ ഇഫ് കോണ്ടൂർ ലൈൻസ് ക്രോസ് ഈച്ച് അതർ, രണ്ട് കോണ്ടൂർ ലൈൻസ് നമ്മൾ പറഞ്ഞു ക്രോസ് ചെയ്യില്ല അല്ലെ. അങ്ങനെ ക്രോസ് ചെയ്യുകയാണെങ്കിൽ, അതായത് രണ്ടും തമ്മിൽ ക്രോസ് ചെയ്യില്ല എന്ന് പറഞ്ഞു, തട്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്ത് പോയാൽ ഇറ്റ് ഷോസ് ദ എക്സിസ്റ്റൻസ് ഓഫ് എ ഓവർഹാങ്ങിങ് ക്ലിഫ് ഓർ എ കേവ്. അതായത് ഇങ്ങനെ ഓവർഹാങ്ങിങ് ചെയ്ത് നിൽക്കുന്ന പാറയൊക്കെ ഉണ്ടാവും അല്ലെ. ഇങ്ങനെ ഓവർഹാങ്ങിങ് എന്ന് പറഞ്ഞാൽ എന്താ? കണ്ടിട്ടില്ലേ, ഒരു സപ്പോർട്ടില് ഒരു സപ്പോർട്ടേ ഉണ്ടാവുള്ളൂ. ഇപ്പൊ ഒരു വലിയൊരു എന്താ പറയാ, ഒരു പലക കഷ്ണം വിചാരിക്കുക,
ഒരു വലിയ പലക കഷ്ണം. ആ പലക കഷ്ണത്തിന്റെ ഒരറ്റത്ത് മാത്രം നമ്മൾ സപ്പോർട്ട് കൊടുക്കുകയാണ്, മറ്റേ അറ്റത്ത് സപ്പോർട്ട് കൊടുക്കുന്നില്ല. പക്ഷെ ആ പലക കഷ്ണം അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട് എങ്കിൽ അത് ഓവർഹാങ് ചെയ്ത് നിൽക്കുകയാണ് അല്ലെ. ഒരൊറ്റ സപ്പോർട്ടിൽ മാത്രം ഓവർഹാങ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പൊ അതുപോലെ വലിയ എവിടെയാണ് പാറകളൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇങ്ങനെ ഒരു ഭാഗത്ത് മാത്രം സപ്പോർട്ട് ചെയ്ത് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ വീഴാൻ പോകുന്നത് പോലെയൊക്കെ തോന്നും. അപ്പൊ അങ്ങനത്തെ ഓവർഹാങ്ങിങ് ക്ലിഫിന്റെ കോണ്ടൂർ വരയ്ക്കുകയാണെങ്കിൽ അവിടെയും ഇതുപോലെ എന്താവും, രണ്ട് കോണ്ടൂറുകൾ തമ്മിൽ ക്രോസ് ചെയ്ത് പോവാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പൊ ഇത് രണ്ടുമാണ് എക്സെപ്ഷണൽ കേസ്. ഒന്ന് വെർട്ടിക്കൽ ക്ലിഫ്, അതുപോലെ ഓവർഹാങ്ങിങ് ക്ലിഫ്. ഈ രണ്ട് കേസിലും നമ്മുടെ കോണ്ടൂർ ലൈൻസിന് മീറ്റ് ചെയ്യാം അല്ലെങ്കിൽ ക്രോസ് ചെയ്ത് പോവാം. വേറെ ഒരു കേസിലും നമ്മുടെ കോണ്ടൂർ ലൈൻസ് തമ്മിൽ മീറ്റ് ചെയ്യില്ല. ഓക്കെ, അപ്പൊ ഈ 12 ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അപ്പൊ പഠിക്കാൻ എളുപ്പമാണ്. ഇപ്പൊ നമുക്ക് ഒരു പോയിന്റ് തന്നെ ആദ്യത്തെ രണ്ടാമത്തെ പോയിന്റിന്റെ ഒരു പോയിന്റ് പഠിച്ചാൽ തന്നെ അതിൽ നിന്ന് നമുക്ക് 3 പോയിന്റ്സ് എടുക്കാം. ഓക്കെ, ഇപ്പൊ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കോണ്ടൂർ ചോദിക്കുകയാണെങ്കിൽ എഴുതാൻ എളുപ്പമാണ് കേട്ടോ. ഓക്കെ, അപ്പൊ അതാണ് കോണ്ടൂറിന്റെ ക്യാരക്ടറിസ്റ്റിക്സിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമുക്ക് മെത്തേഡ്സ് ഓഫ് കോണ്ടൂറിങ് എങ്ങനെയാണെന്ന് നോക്കാം. അതായത് എങ്ങനെയൊക്കെ നമുക്ക് കോണ്ടൂർ മാപ്പ് വരയ്ക്കാം എന്നുള്ളത് നോക്കാം. അപ്പൊ രണ്ട് രീതിയിൽ നമുക്ക് വരയ്ക്കാൻ സാധിക്കും. ഒന്ന് ഡയറക്റ്റ് മെത്തേഡ്, അല്ലെങ്കിൽ രണ്ടാമത് ഇൻഡയറക്റ്റ് മെത്തേഡ്. അപ്പൊ രണ്ടും നമുക്ക് നോക്കാം. അപ്പൊ നമ്മുടെ ആദ്യത്തെ മെത്തേഡ് ഡയറക്റ്റ് മെത്തേഡ്. അപ്പൊ ഈ ഡയറക്റ്റ് മെത്തേഡിൽ പറയുന്നത് നമ്മൾ ഇപ്പോൾ ഒരു കോണ്ടൂർ ലൈൻ വരയ്ക്കാൻ ഡയറക്റ്റ് ആയിട്ട് ഒരു ഇപ്പൊ സപ്പോസ് ഞാനൊരു മലേന്റെ കോണ്ടൂറാണ് വരയ്ക്കുന്നത്. അപ്പൊ ആ മലയില് പല പോയിന്റുകളിലും ഞാൻ സ്റ്റാഫ് പിടിച്ച് നിന്നിട്ട് ആ ഒരു ലെവലിലൂടെ നോക്കും. ഒരു സ്റ്റാഫ് പിടിച്ച് നിൽക്കും. പിന്നെ ഒരു ഡംബി ലെവല് നോക്കുന്ന ആള് എന്ത് ചെയ്യും, അയാള് ഈ സ്റ്റാഫ്മാന്റെ പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്യും. മനസ്സിലായോ? പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ കോണ്ടൂർ ലൈൻസ് പ്ലോട്ട് ചെയ്യുന്നത്. അപ്പൊ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തരാം. It consists in finding vertical and horizontal control of the points which lie on the selected contour line. ഇപ്പൊ സപ്പോസ് ഞാൻ ആദ്യം തന്നെ സെലക്ട് ചെയ്യാണ്, ഞാൻ 100 എന്ന് പറയുന്ന എലിവേഷനിന്റെ കോണ്ടൂർ ലൈൻ ആണ് വരയ്ക്കാൻ പോകുന്നത് എന്ന് ഞാൻ ആദ്യമേ സെലക്ട് ചെയ്യാണ്. ഓക്കെ, ഫോർ വെർട്ടിക്കൽ കൺട്രോൾ ലെവലിംഗ് ഇൻസ്ട്രുമെന്റ് ഇസ് കോമൺലി യൂസ്ഡ്. അപ്പൊ നമുക്ക് വെർട്ടിക്കൽ കൺട്രോളിന് എന്താണ്, വെർട്ടിക്കൽ ഹൈറ്റ് മെഷർ ചെയ്യാൻ, അതാണ് വെർട്ടിക്കൽ കൺട്രോൾ അല്ലെ. അപ്പൊ ഹൈറ്റ് മെഷർ ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ് ഏത് തന്നെയാണ്? ഡംബി ലെവലാണ് അല്ലെ. ഡംബി ലെവൽ വെച്ചാണ് ഹൈറ്റ് മെഷർ ചെയ്യുക. അപ്പൊ അതിനു വേണ്ടി നമ്മൾ ആദ്യമേ തീരുമാനിച്ചു കഴിഞ്ഞു 100 എലിവേഷനിന്റെ ആണ് ഞാൻ പ്ലോട്ട് ചെയ്യാൻ പോകുന്നത് അല്ലെ. So a level is set on a commanding position in the area after taking fly levels from the nearby benchmark. അപ്പൊ എന്ത് ചെയ്യും, ഒരു സ്ഥലത്ത് ഡംബി ലെവൽ ഞാൻ ഫിക്സ് ചെയ്ത് വെക്കും. അപ്പൊ ആ ഫിക്സ് ചെയ്ത് വെക്കുന്നതിന് മുന്നേ വെക്കുമ്പോൾ കുറെ ഫ്ലൈ ലെവൽസ് എടുക്കും. അതായത് കുറെ പോയിന്റിൽ ഞാൻ ഏകദേശം നോക്കും എത്രയാണ് വാല്യൂ വരുന്നത്. അപ്പൊ ഏകദേശം 100നോട് അനുബന്ധിച്ച് വരുന്ന വാല്യൂവിന്റെ അടുത്ത് എന്ത് ചെയ്യും, എന്റെ ഇൻസ്ട്രുമെന്റ് കൊണ്ടുപോയി ഫിക്സ് ചെയ്ത് വെക്കും. ഓക്കെ, അതിനുശേഷം ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെന്റ് ഇസ് ഫൗണ്ട്. അതിനുശേഷം ഞാൻ എന്ത് ചെയ്യും, ഞാൻ വെച്ച സ്ഥലത്ത് നിന്ന് എത്രയാണ് എൻ്റെ HI, നിങ്ങൾ പഠിച്ചിട്ടില്ലേ ലെവലിംഗ് ചെയ്യുമ്പോൾ ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെന്റിന്റെ ഹൈറ്റ് എത്രയാണ് എന്നുള്ളത് കണ്ടുപിടിക്കും. അപ്പൊ ഇൻസ്ട്രുമെന്റിന്റെ ഹൈറ്റ് എത്രയാണെന്ന് കണ്ടുപിടിച്ചാൽ നിങ്ങൾക്ക് പറയാൻ സാധിക്കും എത്ര സ്റ്റാഫ് റീഡിംഗ് കിട്ടിയാലാണ് നമ്മുടെ ആ ഗ്രൗണ്ടിലുള്ള പോയിന്റ് 100 എലിവേഷൻ കാണിക്കുക എന്നുള്ളത്. മനസ്സിലായോ? ഇപ്പൊ സപ്പോസ് ഇപ്പൊ ഒരു ഗ്രൗണ്ട് ഉണ്ട്,
ആ ഗ്രൗണ്ടിൽ ഞാനൊരു ഇൻസ്ട്രുമെന്റ് ഇവിടെ വെച്ചു. ആ വെച്ച ഇൻസ്ട്രുമെന്റ് വെച്ച് നോക്കി ഞാൻ എൻ്റെ ലൈൻ ഓഫ് സൈറ്റ് നോക്കി. അപ്പൊ എനിക്കൊരു ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെന്റ് കിട്ടി. എത്രയാണ് ഇൻസ്ട്രുമെന്റ് നിൽക്കുന്ന ഹൈറ്റ് എന്ന് കിട്ടി അല്ലേ? ആ ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെന്റ് ഞാൻ എത്ര സ്റ്റാഫ് റീഡിങ് കുറച്ചാലാണ് എനിക്ക് ആ ഗ്രൗണ്ടിലുള്ള പോയിന്റ് 100 എന്ന് കിട്ടുക എന്നുള്ളത് എനിക്കറിയാം. ഓക്കെ, അപ്പൊ ഈ HI കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പൊ സപ്പോസ് 5 മീറ്റർ, ഇപ്പൊ എനിക്ക് 105 HI കിട്ടിയതെന്ന് വെക്കാം. അപ്പൊ സ്റ്റാഫ് റീഡിങ് 5 വരണം, എന്നാലേ 105 മൈനസ് സ്റ്റാഫ് റീഡിങ് 5 ചെയ്താക്കി 100 എന്നുള്ള വാല്യൂ കിട്ടും. അപ്പൊ എന്ത് ചെയ്യും? പിന്നെ ഞാൻ ഇൻസ്ട്രുമെന്റിലൂടെ നോക്കുമ്പോ എവിടേക്കാണോ സ്റ്റാഫ് റീഡിങ് 5 എന്ന് വരുന്നത് ആ പോയിന്റ്സ് ഒക്കെ ഞാൻ മാർക്ക് ചെയ്ത് വെക്കും. മനസ്സിലായോ? ഒരു പോയിന്റിൽ ഞാൻ സ്റ്റാഫ് പിടിച്ചു നിൽക്കും. അപ്പൊ അവിടെ 105 എന്നുള്ള വാല്യൂ ആണ് ഇൻസ്ട്രുമെന്റിലൂടെ നോക്കുമ്പോൾ കാണുന്നതെങ്കിൽ ആ പോയിന്റ് മാർക്ക് ചെയ്യും. പിന്നെ അടുത്ത പോയിന്റ് വെക്കും. ആ പോയിന്റിൽ 106 ആണ് ഞാൻ ഇൻസ്ട്രുമെന്റ് HI കിട്ടുന്നതെങ്കിൽ എന്താണ് ഇൻസ്ട്രുമെന്റിലൂടെ 6 മീറ്റർ 6 ആണ് കിട്ടുന്നതെങ്കിൽ ഞാൻ ആ പോയിന്റ് എടുക്കില്ല. നേരെ മറിച്ച് 5 കിട്ടുന്ന പോയിന്റ്സ് മാത്രമേ ഞാൻ എടുക്കൂ. ഓക്കെ, കാരണം നമ്മുടെ HI എന്ന് പറയുന്നത് 105 ആണെന്ന് വെക്കുക. ഓക്കെ, മനസ്സിലായോ? ഞാൻ മനസ്സിലാക്കാതെ എക്സാമ്പിൾ പറഞ്ഞതാണ്. 5 ഒന്നും കിട്ടില്ല, കാരണം നമ്മുടെ ലെവലിംഗ് സ്റ്റാഫ് എന്ന് പറയുന്നത് പൊതുവെ 3 മീറ്ററിന്റെ ഒക്കെ സ്റ്റാഫ് ആയിരിക്കും. ഓക്കെ, അപ്പൊ 103 എന്നുള്ള വാല്യൂ നമുക്ക് എടുക്കാം. ഓക്കെ, അപ്പൊ പറഞ്ഞു വരുന്നത് എവിടേക്കാണോ 103 എന്ന് വരുന്ന വാല്യൂ കിട്ടുന്നത്, അതായത് 3 സ്റ്റാഫ് റീഡിങ്ങിൽ 3 എന്ന് കിട്ടുന്നത്, ആ പോയിന്റുകളെല്ലാം ഞാൻ പ്ലോട്ട് ചെയ്യും. എന്നിട്ട് അതെല്ലാം ജോയിൻ ചെയ്താൽ എനിക്ക് ആ 100 എന്നുള്ള എലവേഷനിന്റെ കോണ്ടൂർ ലൈൻ വരയ്ക്കാൻ സാധിക്കും. അതാണ് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് അവിടെ പോയിട്ട് ലെവലിംഗ് സ്റ്റാഫ് ഓരോ പോയിന്റിലും വെച്ച് എടുക്കുന്നതിനെയാണ് ഡയറക്റ്റ് മെത്തേഡ് എന്ന് പറയുക. ഓക്കെ, അപ്പൊ അതാണ് പറയുന്നത്. ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെന്റ് ഇസ് ഫൗണ്ട് ആൻഡ് ദ റിക്വയർഡ് സ്റ്റാഫ് റീഡിംഗ് ഫോർ എ കോണ്ടൂർ ലൈൻ ഇസ് കാൽക്കുലേറ്റഡ്. ഇപ്പൊ ഞാൻ 103 ആണ് HI കിട്ടിയതെങ്കിൽ എനിക്ക് 3 ആണ് സ്റ്റാഫിൽ റീഡിംഗ് കിട്ടേണ്ടത്. എന്നാലേ 103 മൈനസ് 3 ഈക്വൽ ടു 100 എന്നുള്ള വാല്യൂ കിട്ടും. പിന്നെന്ത് ചെയ്യും? ഇൻസ്ട്രുമെന്റ് മാൻ ആസ്ക്സ് സ്റ്റാഫ് മാൻ ടു മൂവ് അപ്പ് ആൻഡ് ഡൗൺ ഇൻ ദ ഏരിയ അൺടിൽ ദ റിക്വയർഡ് സ്റ്റാഫ് റീഡിംഗ് ഇസ് ഫൗണ്ട്. അതായത് ആ 3 എന്നുള്ള വാല്യൂ കിട്ടുന്നത് വരെ ആ ഇൻസ്ട്രുമെന്റിലൂടെ നോക്കുന്ന ആള്, സ്റ്റാഫ് പിടിച്ചു നിൽക്കുന്ന ആളോട് പറയും കുറച്ച് താഴോട്ട് നീങ്ങാനോ അല്ലെങ്കിൽ മുകളിലേക്ക് നീങ്ങാനൊക്കെ പറയും. കറക്റ്റ് ആ 3 എന്നുള്ള വാല്യൂല് കോയിൻസൈഡ് ചെയ്യുന്നത് വരെ. A surveyor establishes the horizontal control of that point using his instrument. എന്നിട്ട് ഓരോ പോയിന്റിലും ഹൊറിസോണ്ടലി ഓരോ പോയിന്റിലും ഓരോ മാർക്ക് ഫിക്സ് ചെയ്ത് വെക്കും. After that, instrument man directs the staff man to another point where the same staff reading can be found. അപ്പൊ ഇതന്നെ ഒരു ആദ്യം ഇപ്പൊ ഈ കിട്ടിയ പോയിന്റിൽ ഞാൻ ഒരു മാർക്ക് ഫിക്സ് ചെയ്യും, പിന്നെ അതുപോലെ അടുത്ത പോയിന്റിലേക്ക് നീങ്ങാൻ പറയും. It is followed by establishing horizontal control. The several points are established on a contour line and suitably noted down. അങ്ങനെ ഒരുപാട് പോയിന്റുകൾ നമ്മൾ കണ്ടുപിടിക്കും. ഈ 3 എന്ന് പറയുന്ന സ്റ്റാഫ് റീഡിംഗ് വരുന്ന രീതിയിൽ നമ്മൾ ഒരുപാട് പോയിന്റുകൾ കണ്ടുപിടിക്കും. എന്നിട്ട് അതെല്ലാം നോട്ട് ചെയ്യും. ഈ നോട്ട് ചെയ്ത് വരയ്ക്കാൻ ഏറ്റവും എളുപ്പമുള്ള ഒരു മെത്തേഡാണ് പ്ലെയിൻ ടേബിൾ സർവേ. അത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ അല്ലെ, പ്ലെയിൻ ടേബിൾ സർവേ. അപ്പൊ അത് നമുക്ക് ഫീൽഡിൽ തന്നെ പ്ലെയിൻ ടേബിൾ കൊണ്ടുവച്ച് ചെയ്യാൻ സാധിക്കും അല്ലെ. അപ്പൊ ആ പ്ലെയിൻ ടേബിൾ സർവേ വഴി നമുക്ക് ഈ പ്ലോട്ടിംഗ് നമുക്ക് ചെയ്യാം. ഒരു പേപ്പറിൽ വരച്ചെടുക്കാം, മാപ്പ് വരച്ചെടുക്കാം. After the required points are established from the instrument setting, the instrument is shifted to another point to cover more area. അപ്പൊ അതിനുശേഷം ഇൻസ്ട്രുമെന്റ് കൂടുതൽ ഏരിയ കവർ ചെയ്യാൻ വേണ്ടി നമ്മൾ വേറൊരു സ്ഥലത്തേക്ക് മാറ്റി വെക്കും. ഓക്കെ, നമുക്ക് കിട്ടാത്ത ഭാഗങ്ങളൊക്കെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട്. The level and survey instrument need not be shifted at the same time. It's better if both are nearby so as to communicate easily. അതായത് ഒരുമിച്ച് തന്നെ ഡംബി ലെവലും സ്റ്റാഫും എല്ലാം കൂടെ എടുത്ത് മാറ്റണ്ട, നമുക്ക് സൗകര്യം പോലെയൊക്കെ ചെയ്യാം.
For getting speed in leveling, sometimes hand level and Abney levels are also used. ഒരു ഇൻസ്ട്രുമെന്റ് ആണ് ഹാൻഡ് ലെവൽ അല്ലെങ്കിൽ ആബ്നെ ലെവൽ. ഈ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ നമുക്ക് ഉപയോഗിക്കാം. പക്ഷെ ഈ ഒരു മെത്തേഡിന്റെ പ്രശ്നം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് സ്ലോ. നമുക്ക് വളരെ പതുക്കെ ചെയ്യാൻ കഴിയും. കാരണം ഇപ്പൊ ഒരു മലയുടെ മുകളിൽ പോയിട്ട് സ്റ്റാഫ് പിടിച്ചു നിൽക്കുന്ന ആളോട് ഒരുപാട് നമ്മൾ മുകളിലേക്കും താഴേക്കും ഒക്കെ നീങ്ങി നിൽക്കാൻ പറയണം, നമുക്ക് വേണ്ട പോയിന്റ് എത്തുന്നത് കാണുന്നത് വരെ അല്ലേ. അപ്പൊ അത് വളരെ സ്ലോ ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്, ബുദ്ധിമുട്ടുള്ള ഒരു പ്രോസസ്സാണ്. പക്ഷെ ഇറ്റ് ഈസ് അക്യുറേറ്റ്, വളരെ അക്യുറേറ്റ് ആയിട്ടുള്ള വാല്യൂ തന്നെ നമുക്ക് കിട്ടും. സോ ഇറ്റ് ഈസ് സ്യൂട്ടബിൾ ഫോർ സ്മോൾ ഏരിയ. ചെറിയ ഏരിയാസിനൊക്കെയാണ് പൊതുവേ നമ്മൾ ഈ മെത്തേഡ് ഉപയോഗിക്കുക. വലിയ ഏരിയാസിന് ഉപയോഗിക്കാൻ നിന്ന് കഴിഞ്ഞാൽ തീരില്ല. ഓക്കെ, അപ്പൊ ചെറിയ ഏരിയാസിന് നമുക്ക് ഡയറക്റ്റ് മെത്തേഡ് തന്നെ ഉപയോഗിക്കാം. ഇനി അടുത്തത് ഇൻഡയറക്റ്റ് മെത്തേഡ്. ഇൻഡയറക്റ്റ് മെത്തേഡിൽ എങ്ങനെയാന്ന് ചോദിച്ചാൽ നമ്മൾ ആദ്യമേ കുറച്ച് പോയിന്റ്സ് ഫിക്സ് ചെയ്യും, ആ പോയിന്റുകളുടെ റെഡ്യൂസ് ലെവൽ എടുക്കും. അത്രയും നമ്മൾ ഇൻഡയറക്റ്റ് മെത്തേഡിൽ ചെയ്യുന്നത്. അപ്പൊ കുറേം കൂടെ പെട്ടെന്ന് നമുക്ക് നമ്മുടെ വർക്ക് ചെയ്യാൻ സാധിക്കും. So in this method, horizontal control is established first and then the level of those points are found. അപ്പോൾ നമ്മൾ കുറച്ച് പോയിന്റുകൾ അവിടെ ഫിക്സ് ചെയ്ത് വെക്കും, ആ പോയിന്റുകളുടെ മാത്രം ലെവൽ എടുത്തിട്ട് വരും. അപ്പോൾ ഈ പോയിന്റ് ആഫ്റ്റർ ലൊക്കേറ്റിംഗ് ദ പോയിന്റ്സ് ഓൺ ദ പ്ലാൻ, റെഡ്യൂസ് ലെവൽസ് ആർ മാർക്ക്ഡ് ആൻഡ് കോണ്ടൂർ ലൈൻസ് ആർ ഇന്റർപോളേറ്റഡ് ബിറ്റ്വീൻ ദ സെലക്ടഡ് പോയിന്റ്സ്. നമ്മൾ എന്ത് ചെയ്യും, ഈ പോയിന്റുകളുടെ ഒക്കെ റെഡ്യൂസ്ഡ് ലെവൽ നമുക്ക് കിട്ടിക്കഴിഞ്ഞു അല്ലേ. എന്നിട്ട് അതിന്റെ ഇടയിലാണ് ഇപ്പൊ നമുക്ക് വേണ്ട വാല്യൂ വരുന്നതെങ്കിൽ അതിനനുസരിച്ച് ഇന്റർപോലേറ്റ് ചെയ്തെടുക്കും. ഓക്കെ, അതെങ്ങനെയാന്ന് ഞാൻ പറഞ്ഞുതരാം. നമുക്കതിന് 3 മെത്തേഡ്സ് നമ്മൾ പൊതുവെ ഉപയോഗിക്കും. മെത്തേഡ് ഓഫ് സ്ക്വയർ, മെത്തേഡ് ഓഫ് ക്രോസ് സെക്ഷൻ, അല്ലെങ്കിൽ റേഡിയൽ ലൈൻ മെത്തേഡ്. അങ്ങനെ 3 മെത്തേഡ്സ് വഴി നമുക്ക് ചെയ്യാം, ഇൻഡയറക്റ്റ് മെത്തേഡ് ചെയ്യാം. അപ്പൊ അതെങ്ങനെയാന്ന് പറഞ്ഞു തരാം. അപ്പൊ ആദ്യം മെത്തേഡ് ഓഫ് സ്ക്വയർ. മെത്തേഡ് ഓഫ് സ്ക്വയറിൽ പറയുന്നത് നമ്മുടെ ഏരിയ, ഇപ്പൊ ഇതാണ് നമ്മുടെ ഏരിയ എങ്കിൽ ആ ഏരിയനെ ഞാൻ ഒരുപാട് ഗ്രിഡ് ലൈൻസ് ആയിട്ട് അങ്ങ് ഡിവൈഡ് ചെയ്യും. കുറെ സ്ക്വയർ, ചെറിയ ചെറിയ സ്ക്വയർ കള്ളികൾ അല്ലേ. അപ്പൊ അങ്ങനെ ഒരുപാട് ഹൊറിസോണ്ടൽ ലൈനും വരയ്ക്കും, വെർട്ടിക്കൽ ലൈൻസും ഞാൻ വരയ്ക്കും. എന്നിട്ട് ഈ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റുകളില്ലേ, ഈ പോയിന്റുകളുടെ മാത്രം റെഡ്യൂസ് ലെവൽ കണ്ടുപിടിക്കും. സ്റ്റാഫ് വെച്ചിട്ട് ലെവൽ കണ്ടുപിടിക്കും. അതായത് ഇപ്പൊ ഈ ഒരു പോയിന്റിന്റെ 102.8 ആണ്, ഈ ഒരു പോയിന്റിന്റെ 102.6 ആണ്, ഈ ഒരു പോയിന്റിന്റെ 102 ആണ്, ഈ ഒരു പോയിന്റിന്റെ 101.1, ഇത് 100.6. അങ്ങനെ ഈ പർട്ടിക്കുലർ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റുകളുടെ മാത്രം കണ്ടുപിടിക്കും. എന്നിട്ട് എനിക്കിപ്പോ വേണ്ടത് 100ന്റെ ആന്ന് വെക്കാം, 100ന്റെ കോണ്ടൂർ ലൈൻ ആണ് വേണ്ടത്. 100 യൂണിറ്റ് എലിവേഷൻ വരുന്ന കോണ്ടൂർ ലൈൻ ആണ് വേണ്ടതെങ്കിൽ എന്ത് ചെയ്യും, ഇപ്പൊ ആദ്യത്തെ ഹൊറിസോണ്ടൽ ലൈൻ നോക്കും, ഇതിൽ എവിടെയാണ് 100 വരുന്നത് എന്ന് നോക്കും. ഇപ്പൊ ഇവിടെ 102.6, 102, 101.1. അപ്പൊ ഈ ഒരു ഭാഗത്ത് 100.6ന്റെയും 99.7ന്റെയും ഇടയിലാണ് എന്ത് വരിക, 100 എന്ന് പറയുന്ന വാല്യൂ വരിക അല്ലേ. അപ്പൊ അത് 99.7ന്റെ തൊട്ടടുത്താണ് ഈ 100 വരുന്നത്. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, ആ പോയിന്റ് മാർക്ക് ചെയ്യും. ഇനി അടുത്ത ഹൊറിസോണ്ടൽ ലൈനിൽ എവിടെയാണ് 100 വരിക നോക്കും. ഇപ്പൊ നോക്കുമ്പോൾ 100.4 പോയിന്റിന്റെയും 99.2ന്റെയും ഇടയിലാണ് 100 വരിക അല്ലേ. ഏകദേശം ഇവിടെയാണ് ഇന്റർപോളേറ്റ് ചെയ്ത് കിട്ടുന്നത്. അപ്പൊ ഈ ഒരു പോയിന്റ്. പിന്നെ അടുത്ത ഹൊറിസോണ്ടൽ ലൈനിൽ കൃത്യം നമുക്ക് 100 എന്ന് പറയുന്ന പോയിന്റ് കിട്ടി. അപ്പൊ ഈ ഒരു പോയിന്റ്. പിന്നെ ഈ ഒരു ഹൊറിസോണ്ടൽ ലൈനിൽ 100 എവിടെയാ വരിക, 100.3ന്റെയും 99.8ന്റെയും ഇടയിലാണ് 100 വരിക അല്ലേ. അപ്പൊ ഇതിൽ ഏകദേശം ഇവിടെയാണ് 100 വരിക. ഓക്കെ, അപ്പൊ അങ്ങനെ ഓരോന്ന് ഇന്റർപോളേറ്റ് ചെയ്ത് ഓരോ ഹൊറിസോണ്ടൽ ലൈനിലും എവിടെയാണ് ആ പോയിന്റ് വരിക എന്ന് കണ്ടുപിടിക്കാം. എന്നിട്ട് എല്ലാം കൂടെ ജോയിൻ ചെയ്തുകൊണ്ട് ഒരു ലൈൻ വരയ്ക്കാം. അതാണ് എന്ത്, 100ന്റെ കോണ്ടൂർ ലൈൻ. അങ്ങനെയാണ് മെത്തേഡ് ഓഫ് സ്ക്വയേഴ്സ് വെച്ചിട്ട് ചെയ്യാം. ഒരുപാട് സ്ക്വയർ ആയി ഡിവൈഡ് ചെയ്ത് ഓരോ പോയിന്റിന്റെയും
റെഡ്യൂസ് ലെവൽ കണ്ടുപിടിച്ച് നമുക്ക് വേണ്ട കോണ്ടൂർ ലൈൻ എത്രയാണോ അതിനെ ഇന്റർപോലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പൊ ഇനി ഒന്ന് വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഏരിയ ഈസ് ഡിവൈഡഡ് ഇൻടു എ നമ്പർ ഓഫ് സ്ക്വയർസ് ആൻഡ് ഓൾ ഗ്രിഡ് പോയിന്റ്സ് ആർ മാർക്ക്ഡ്. എല്ലാ ഗ്രിഡ് പോയിന്റുകളും നമ്മൾ മാർക്ക് ചെയ്യുന്നുണ്ട് അല്ലേ? ഓരോ ഗ്രിഡ് പോയിന്റും നമ്മൾ മാർക്ക് ചെയ്തു. It's commonly used size of square varies from 5 meter by 5 meter to 20 meter by 20 meter. ഈ സ്ക്വയറിന്റെ ഏരിയ എന്ന് പറയുന്നത് 5 by 5 meter to 20 by 20 meter ഏരിയ. Levels of all grid points are established by leveling. അപ്പോൾ ഓരോ ഗ്രിഡ് പോയിന്റിന്റെയും ലെവൽ നമ്മൾ കണ്ടുപിടിച്ചു. Then grid square is plotted on the drawing sheet. നമ്മൾ എന്നിട്ട് സ്ക്വയർ വരച്ചു. Reduced level of grid points marked and contour lines drawn are drawn by interpolation. Interpolation വഴി നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് വേണ്ട കോണ്ടൂർ ലൈൻ വരയ്ക്കും. ഓക്കെ, പിന്നെ അടുത്തത് മെത്തേഡ് ഓഫ് ക്രോസ് സെക്ഷൻ. മെത്തേഡ് ഓഫ് ക്രോസ് സെക്ഷനിൽ നേരത്തെ നമ്മൾ സ്ക്വയർ ആക്കി മാറ്റി, അതുപോലെ ഇവിടെ നമ്മൾ ക്രോസ് സെക്ഷണൽ പോയിന്റ് ആക്കി മാറ്റും. ക്രോസ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളൊരു ലോഞ്ചിറ്റ്യൂഡനലി വരയ്ക്കും. ആ ലോഞ്ചിറ്റ്യൂഡനലിലെ ഓരോ പോയിന്റിന്റെയും ക്രോസ് സെക്ഷൻ എടുക്കും. സോ ക്രോസ് സെക്ഷണൽ പോയിന്റ്സ് ആർ ടേക്കൺ അറ്റ് റെഗുലർ ഇന്റർവെൽസ്. അപ്പൊ ഓരോ ക്രോസ് സെക്ഷനിലെയും നമ്മൾ ഇതുപോലെ ലെവൽ കണ്ടുപിടിക്കുക. ഈ കുത്ത് കാണിച്ചിട്ടില്ലേ, ആ കുത്ത് കാണിച്ച എല്ലാ പോയിന്റിന്റെയും റെഡ്യൂസ്ഡ് ലെവൽ നമ്മൾ എടുക്കും. എന്നിട്ട് നേരത്തെ പറഞ്ഞതുപോലെ ഇന്റർപോലേറ്റ് ചെയ്യും. ഓക്കെ, ഇപ്പൊ 100ന്റെ ആണെങ്കിൽ ഇപ്പൊ ഇവിടെ 90 എത്രയാണ്? ഇതിന്റെ ഇടയിൽ വരുന്നത് ഇതിപ്പോ 99ഉം ഇത് 101 ആണെന്ന് വിചാരിക്കുക. അപ്പൊ 100 എന്ന് പറയുന്നത് ഇതിന്റെ ഇടയിലാണ് അല്ലെ? അപ്പൊ അങ്ങനെ നമ്മൾ ഈ 100 എന്ന് വരുന്നത് ജോയിൻ ചെയ്തുകൊണ്ട് ലൈൻ വരയ്ക്കും. ഓക്കെ, വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ മറ്റേത് സ്ക്വയർ ഷേപ്പിലാണ് നമ്മൾ ഇന്റർപോലേറ്റ് ചെയ്യുന്നത്, ഇവിടെ ക്രോസ് സെക്ഷൻ ആയിട്ടാണ് വരയ്ക്കുക. Okay, so reduced level of all those points are established. Points are marked on the drawing sheet and reduced levels are marked and contour lines are interpolated. നേരത്തെ അതേപോലെ തന്നെ പോയിന്റുകൾ മാർക്ക് ചെയ്യും, എന്നിട്ട് ഓരോ പോയിന്റിന്റെയും റെഡ്യൂസ് ലെവൽ എടുക്കും, എന്നിട്ട് കോണ്ടൂർ ലൈൻസ് ഇന്റർപോലേറ്റ് ചെയ്ത് വരയ്ക്കും. Spacing of cross section depends upon the nature of the ground, scale of the map and the contour interval required. It varies from 20 meters to 100 meters. അപ്പോൾ എന്താ പറയുന്നത്? നമ്മുടെ ഈ ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് എത്ര വിട്ടിട്ടാണ് വരയ്ക്കേണ്ടത് എന്ന് ചോദിച്ചാൽ നമ്മൾ വരയ്ക്കുന്ന മാപ്പിന്റെ സ്കെയിൽ അനുസരിച്ചിരിക്കും. അതിന്റെ ഗ്രൗണ്ടിന്റെ നേച്ചർ, അതായത് ഫ്ലാറ്റ് ആണോ അല്ലെങ്കിൽ മലയോര പ്രദേശമാണോ അതിനനുസരിച്ചിരിക്കും എത്ര ഇന്റർവെല്ലിൽ നമ്മൾ സ്പേസിങ് കൊടുക്കണം എന്നുള്ളത്. അത് നേരത്തെ പറഞ്ഞതുപോലെ closer intervals are required if the ground level vary abruptly. അതായത് ഒരു ഹില്ലിന്റെ ഒക്കെയാണ് വരയ്ക്കുന്നതെങ്കിൽ അടുത്തടുത്തായിരിക്കണം ഇന്റർവെല്. കാരണം പെട്ടെന്ന് തന്നെ വേരിയേഷൻ വരും അല്ലെ? വാല്യൂസിൽ വേരിയേഷൻ വരും. ഫ്ലാറ്റ് സർഫസ് ആണെങ്കിൽ നല്ലോണം ഡിസ്റ്റൻസ് വിട്ട് നമുക്ക് വരയ്ക്കാം. ക്രോസ് സെക്ഷണൽ ലൈൻ need not be always at the right angles to the main line. ഈ ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് എപ്പോഴും ഈ മെയിൻ ലൈനിനോട് പെർപെൻഡിക്കുലർ ആയിക്കൊള്ളണം എന്നില്ല, നമുക്ക് ചെരിഞ്ഞിട്ടൊക്കെ വരയ്ക്കാം, കുഴപ്പമില്ല. ദിസ് മെത്തേഡ് ഇസ് ഐഡിയലി സ്യൂട്ടഡ് ഫോർ റോഡ് ആൻഡ് റെയിൽവേ പ്രൊജക്ട്. ഈ മെത്തേഡ് ക്രോസ് സെക്ഷൻ ചെയ്യാൻ നമ്മൾ എപ്പോഴാണ്? നമ്മൾ പുതിയ റോഡ് ഉണ്ടാക്കാനോ അല്ലെങ്കിൽ റെയിൽവേ പ്രൊജക്റ്റിലൊക്കെയാണ് നമ്മൾ ഈ മെത്തേഡ് ഉപയോഗിച്ച് കോണ്ടൂർ മാപ്പ് വരയ്ക്കുക. ഓക്കെ, പിന്നെ അടുത്തൊരു മെത്തേഡാണ് റേഡിയൽ ലൈൻ മെത്തേഡ്. റേഡിയൽ ലൈൻ മെത്തേഡിൽ ഒരുപാട് റേഡിയൽ ലൈൻസ് നമ്മൾ എടുക്കും. അതായത് റേഡിയൽ ലൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പോയിന്റിൽ നിന്ന് ഒരുപാട് ലൈൻസ് ഒറിജിനേറ്റ് ചെയ്യുക അല്ലെ? റേഡിയൽ ആയിട്ട് ഒറിജിനേറ്റ് ചെയ്യുക. ഈ ഒരു പോയിന്റിൽ നിന്ന് ഒരുപാട് റേഡിയൽ ലൈൻസ് വരയ്ക്കും, കണ്ടില്ലേ? എന്നിട്ട് ആ ഓരോ പോയിന്റും നമ്മൾ എത്ര എലിവേഷൻ എന്ന് കണ്ടുപിടിക്കുക, എന്നിട്ട് ഇതേപോലെ ഇന്റർപോലേറ്റ് ചെയ്യാം. ഓക്കെ, അതായത് 104ന്റെ കോണ്ടൂർ, 105ന്റെ കോണ്ടൂർ, 106, 107, 108 കണ്ടില്ലേ? ഓരോ എലിവേഷന്റെയും കോണ്ടൂർ ലൈൻ വരച്ചു. വ്യത്യാസം എന്താണ്? ഇവിടെ വരച്ചത് റേഡിയൽ ലൈൻ ആയിട്ടാണ്,
നേരത്തെ നമ്മൾ വരച്ചത് ക്രോസ് സെക്ഷൻ ആയിട്ടാണ്, അതിന്റെ മുന്നേ നമ്മൾ വരച്ചത് സ്ക്വയർ ആയിട്ടാണ് അല്ലേ. ആ ഒരു വരയ്ക്കുന്ന പാറ്റേണിനെ വ്യത്യാസം വരുന്നുള്ളൂ. ഓക്കെ, കൺസെപ്റ്റ് ഒന്ന് തന്നെയാണ്. സോ ഓൺ ദീസ് ലൈൻസ് അറ്റ് സെലക്ടഡ് ഡിസ്റ്റൻസ് പോയിന്റ്സ് ആർ മാർക്ക്ഡ് ആൻഡ് ലെവൽസ് ആർ ഡിറ്റർമിൻഡ്. അപ്പോൾ ഓരോ പോയിന്റിലും നമ്മൾ ലെവൽ കണ്ടുപിടിക്കും. ദിസ് മെത്തേഡ് ഇസ് ഐഡിയലി സ്യൂട്ടഡ് ഫോർ ഹില്ലി ഏരിയാസ്. ഹില്ലി ഏരിയാസിനൊക്കെ വളരെ നല്ലതാണ് റേഡിയൽ ലൈൻ മെത്തേഡ്. In this survey, theodolite with tachyometry facility is commonly used. ഈ ഒരു പ്രൊജക്റ്റിന്, ഈ റേഡിയൽ ലൈൻ മെത്തേഡിന് നമ്മൾ പൊതുവെ തിയോഡലൈറ്റ് ആണ് ഉപയോഗിക്കുക. ഡംബി ലെവലിലല്ല, തിയോഡലൈറ്റ് ആണ് ഇൻസ്ട്രുമെന്റ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ ഏറ്റവും നല്ലത്. ഓക്കെ, അപ്പൊ ഇത് മൂന്നുമാണ് ഇൻഡയറക്റ്റ് മെത്തേഡ്സ്. അപ്പൊ നമുക്ക് രണ്ട് മെത്തേഡിൽ ചെയ്യാം, ഡയറക്റ്റ് മെത്തേഡും ഇൻഡയറക്റ്റ് മെത്തേഡും അല്ലേ. അപ്പൊ ഇൻഡയറക്റ്റ് മെത്തേഡിൽ നമ്മൾ വീണ്ടും മൂന്നായിട്ട് സ്പ്ലിറ്റ് ചെയ്തു, സ്ക്വയർ, ക്രോസ് സെക്ഷൻ, റേഡിയൽ ലൈൻ അല്ലേ. ഓക്കെ, അപ്പൊ അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് ഡയറക്റ്റ് മെത്തേഡ് വേഴ്സസ് ഇൻഡയറക്റ്റ് മെത്തേഡ് ഡിഫറൻസ് നിങ്ങളോട് ചോദിച്ചാൽ, എക്സാമിന് ചോദിച്ചാൽ എന്താണ് ഡിഫറൻസ്? ഇപ്പൊ ഡയറക്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു, ഇറ്റ് ഈസ് മോർ അക്യുറേറ്റ്, മോസ്റ്റ് അക്യുറേറ്റ് അല്ലേ, ഏറ്റവും അക്യുറേറ്റ് ആയിട്ടുള്ള കൃത്യമായി വാല്യൂ കിട്ടുന്നത് ഡയറക്റ്റ് മെത്തേഡിലൂടെയാണ്. പക്ഷേ എന്താണ് പ്രശ്നം? വളരെ സ്ലോ ആയിട്ടും ബുദ്ധിമുട്ടേറിയതുമാണ് ഡയറക്റ്റ് മെത്തേഡ്. നേരെ മറിച്ച് ഇൻഡയറക്റ്റ് മെത്തേഡ് അക്യുറേറ്റ് അല്ല, പക്ഷെ നമുക്ക് സ്പീഡിൽ ചെയ്യാൻ കഴിയും. ഇപ്പൊ നമുക്ക് ഏകദേശം ഒരു റഫ് വാല്യൂസ് ഒക്കെ വേണ്ടെങ്കിൽ ഇൻഡയറക്റ്റ് മെത്തേഡാണ് നല്ലത്. പിന്നെ ഈ ഡയറക്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് എക്സ്പെൻസീവ് ആണ് അല്ലേ, നമ്മൾ ഒരുപാട് നേരം അവിടെ ചെലവഴിക്കേണ്ടി വരും. നേരെ മറിച്ച് ഇൻഡയറക്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് വേഗം കഴിയുന്നത് കൊണ്ട് തന്നെ ചെലവ് കുറഞ്ഞതാണ്. ഇറ്റ് ഈസ് നോട്ട് സ്യൂട്ടബിൾ ഫോർ ഹില്ലി ഏരിയാസ്. ഡയറക്റ്റ് മെത്തേഡ് ഹില്ലി ഏരിയാസിൽ സ്യൂട്ടബിൾ അല്ല. നേരെ മറിച്ച് ഇൻഡയറക്റ്റ് മെത്തേഡ് ആണെങ്കിൽ ഹില്ലി ഏരിയാസിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാൻ കഴിയും അല്ലേ. നമ്മുടെ റേഡിയൽ ലൈൻ മെത്തേഡൊക്കെ നമ്മൾ പറഞ്ഞു, അത് ഹില്ലി ഏരിയാസിലാണ് ഏറ്റവും നല്ലത്. During the work, calculations can be done. അല്ലേ, നമുക്ക് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കാൽക്കുലേഷൻ ഒക്കെ ചെയ്യാം. നേരെ മറിച്ച് ഇൻഡയറക്റ്റ് മെത്തേഡിൽ കാൽക്കുലേഷൻസ് ആർ നോട്ട് റിക്വയർഡ് ഇൻ ദ ഫീൽഡ്. ഫീൽഡിൽ നമുക്ക് ഒരു കാൽക്കുലേഷനും ആവശ്യമില്ല. നമ്മൾ കുറച്ച് പോയിന്റുകൾ കണ്ടുപിടിക്കും, ആ പോയിന്റിന്റെ റെഡ്യൂസ് ലെവൽ എടുക്കും, നമ്മൾ തിരിച്ചു വരും അല്ലേ. പിന്നെ അതുപോലെ കാൽക്കുലേഷൻസ് cannot be checked after contouring. കോണ്ടൂറിങ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചെക്ക് ചെയ്യാൻ കഴിയില്ല കാൽക്കുലേഷൻസ്. നേരെ മറിച്ച് ഇൻഡയറക്റ്റ് മെത്തേഡിൽ നമുക്ക് വേണമെങ്കിൽ വീണ്ടും ചെക്ക് ചെയ്യാൻ സാധിക്കും. കാരണം നമ്മളത് നമ്മൾ ഓഫീസിൽ വന്നിട്ടാണ്, തിരിച്ച് നമ്മൾ വന്നിട്ടാണ് നമ്മൾ ഇന്റർപോലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കുന്നത് അല്ലേ. ഓക്കെ, അപ്പൊ ഇതാണ് ഡയറക്റ്റ് മെത്തേഡിന്റെയും ഇൻഡയറക്റ്റ് മെത്തേഡിന്റെയും കുറച്ച് വ്യത്യാസങ്ങൾ. ഇനി അടുത്തത് ഇന്റർപോലേഷൻ ഓഫ് കോണ്ടൂർ. ഇന്റർപോലേഷൻ ഓഫ് കോണ്ടൂർ അങ്ങനെ ഒരു പ്രത്യേക ടോപ്പിക്കായി പറയേണ്ടതില്ല. ശരിക്കും നമ്മൾ നേരത്തെ പറഞ്ഞ ഇൻഡയറക്റ്റ് മെത്തേഡിൽ നമ്മൾ ചെയ്തതൊക്കെ എന്ത് തന്നെയാണ്? ഇന്റർപോലേഷൻ ആണ് അല്ലേ. സോ ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ്, ഇനിയിപ്പോ നിങ്ങളോട് 2 മാർക്കിനൊക്കെ ചോദിക്കുകയാണെങ്കിൽ വാട്ട് ഈസ് ഇന്റർപോലേഷൻ ഓഫ് കോണ്ടൂർ എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ എഴുതാം, ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ഡ്രോയിങ് കോണ്ടൂർ ലൈൻസ് ബൈ inferring their planned position and trend from spot levels or from other contours, assuming the intervening ground to have uniform slope. അപ്പോൾ നമ്മൾ ആ സ്ക്വയറിലൊക്കെ മെത്തേഡ് ഓഫ് സ്ക്വയർ ഒന്ന് ആലോചിക്കൂ. അപ്പോൾ ആ സ്ക്വയറിൽ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ എവിടെയാണെന്ന് ഏകദേശം 2 വാല്യൂവിന്റെ ഇടയിലാണ് നമ്മുടെ ഉദ്ദേശിച്ച വാല്യൂ വരുന്നതെങ്കിൽ നമ്മൾ ഇന്റർപോലേറ്റ് ചെയ്തെടുക്കുന്നുണ്ട് അല്ലേ. അപ്പൊ ആ 2 വാല്യൂവിന്റെ ഇടയിൽ നമുക്ക് ഇന്റർപോലേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ആ 2 വാല്യൂവിന്റെ ഇടയിലും സ്ലോപ്പ് യൂണിഫോം ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഇന്റർപോലേറ്റ് ചെയ്യാൻ സാധിക്കുന്നത് അല്ലേ. ആ ഒരു അസംഷനിലൂടെയാണ് നമ്മൾ ഇന്റർപോലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു പ്രോസസ്സിനെയാണ് ഇന്റർപോലേഷൻ എന്ന് പറയാം. ഓക്കെ, so for interpolating contour points between the 2 points, any one of the following method may be used. അപ്പോൾ നമുക്ക് ഇന്റർപോലേഷനിൽ ഏതൊക്കെ മെത്തേഡ് ആണ് ഉപയോഗിക്കാൻ സാധിക്കുക എന്ന് ചോദിക്കാം.
എന്നുവെച്ചാൽ എങ്ങനെ നമുക്ക് ഇന്റർപോലേറ്റ് ചെയ്തെടുക്കാം വാല്യൂ എന്ന് ചോദിക്കും. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ പേര് മാത്രമേ ചോദിച്ചതായി കണ്ടിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ ഈ 3 പേരുകൾ പഠിച്ചു വെക്കുക. ഒന്നെങ്കിൽ എസ്റ്റിമേഷൻ വഴി നമുക്ക് ഇന്റർപോലേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ അരിത്മെറ്റിക് കാൽക്കുലേഷൻസ് ഉപയോഗിച്ച് ഇന്റർപോലേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ മെക്കാനിക്കൽ ഓർ ഗ്രാഫിക്കൽ മെത്തേഡ്, ഗ്രാഫ് ഉപയോഗിച്ച് ഇന്റർപോലേറ്റ് ചെയ്യാം. എസ്റ്റിമേഷൻ, അരിത്മെറ്റിക് കാൽക്കുലേഷൻ, മെക്കാനിക്കൽ ഓർ ഗ്രാഫിക്കൽ മെത്തേഡ്. അപ്പൊ ഇത് 3 ഉപയോഗിച്ച് നമുക്ക് ഇന്റർപോലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പൊ അതൊക്കെയാണ് മെത്തേഡ്സ് ഓഫ് ഇന്റർപോലേഷൻ. ഇനി അടുത്തത് യൂസസ് ഓഫ് കോണ്ടൂർ മാപ്പ്. നമുക്ക് ഈ കോണ്ടൂർ മാപ്പ് കൊണ്ടുള്ള ഉപയോഗം എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാം. To find the nature of the ground to identify suitable site for the project work to be taken up. അതായത് നമ്മുടെ ഗ്രൗണ്ട് എങ്ങനെയാണ്, അതായത് മലകളാണോ അവിടെ ഉള്ളത്, അതോ പരന്ന പ്രദേശമാണോ, അങ്ങനെയൊക്കെ നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, പിന്നെ to find the depth of cutting and filling if formation level of road or railway is decided. അതായത് നമുക്ക് എവിടെയെങ്കിലും മണ്ണിട്ട് മൂടേണ്ടി വരും അല്ലെ, ഒരു കുഴിയൊക്കെ ആണെങ്കിൽ അവിടെ മണ്ണിട്ട് മൂടേണ്ടതായിട്ട് വരും. ഒരു ഉയർന്ന പ്രദേശമാണെങ്കിൽ അവിടുന്ന് കുറച്ച് മണ്ണ് മാന്തി എടുക്കേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പൊ അങ്ങനെ കട്ട് ചെയ്യേണ്ട സ്ഥലങ്ങള് എവിടേക്കാണ് ഫില്ല് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ കണ്ടുപിടിക്കാൻ ഒരു ധാരണ തരുന്നതാണ് ഈ കോണ്ടൂർ മാപ്പ്. പിന്നെ to determine the intervisibility of any 2 points. നമുക്ക് ആ ഒരു കോണ്ടൂർ മാപ്പ് കണ്ടുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റ് കാണാൻ സാധിക്കുമോ എന്നുള്ളത്. ഓക്കെ, ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിനെ കാണാൻ സാധിക്കുമോ എന്നുള്ളത് നമുക്ക് കോണ്ടൂർ മാപ്പ് നോക്കി പറയാം അല്ലെ. ഇടയിൽ എന്തെങ്കിലും മല വരുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് നോക്കാൻ സാധിക്കും. പിന്നെ to decide the route of railway, road, canal or sewer line so as to minimize and balance earthwork. അതുപോലെ തന്നെ നമുക്ക് റെയിൽ റൂട്ട്, റോഡ്, കനാല് ഇതൊക്കെ എങ്ങനെ നമുക്ക് അലൈൻ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചൊക്കെ പറയാം അല്ലെ. കാരണം കനാലൊക്കെ നമുക്ക് അലൈൻ ചെയ്യുമ്പോൾ, കനാലൊക്കെ നമുക്ക് ഉണ്ടാക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് വെള്ളം ഒഴുകണമെങ്കിൽ കുറച്ച് സ്ലോപ്പിൽ വേണം കെട്ടാൻ അല്ലെ, എന്നാലല്ലേ ഗ്രാവിറ്റി വഴി വെള്ളം ഒഴുകൂ. അപ്പോൾ അതൊക്കെ നമുക്ക് ഈ കോണ്ടൂർ വെച്ച് നമുക്ക് കനാലൊക്കെ നമുക്ക് ഓറിയന്റ് ചെയ്യാൻ സാധിക്കും. To find the catchment area and hence the quantity of water flow at any point of Nalla or river that will help in locating the bund, dam and also the flood level. അപ്പോൾ അതുപോലെ catchment area കണ്ടുപിടിക്കാൻ and hence the quantity of water flow at any point, അതായത് എത്രത്തോളം വെള്ളം ഒഴുകാൻ സാധ്യതയുണ്ട് നമ്മുടെ പുഴയിലേക്കാണെങ്കിലും ഒക്കെ ഡാമിലേക്കാണെങ്കിലും ഒക്കെ എത്ര വെള്ളം ഒഴുകാൻ സാധ്യത ഉണ്ട് എന്നുള്ളത് കണ്ടുപിടിക്കാം. അപ്പൊ നമുക്ക് അതോടുകൂടി അവിടെ ഫ്ലഡ് വരാൻ സാധ്യതയുണ്ടോ, പിന്നെ ഒരു ഡാം കെട്ടേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളതൊക്കെ നമുക്ക് ഈ ഒരു കോണ്ടൂർ മാപ്പ് നോക്കിക്കൊണ്ട് തന്നെ പറയാം. പിന്നെ അതുപോലെ to determine the capacity of a reservoir, അതായത് ഒരു ഡാമിന്റെ കോണ്ടൂർ വരയ്ക്കുകയാണെങ്കിൽ ആ ഡാമിൽ എത്ര വെള്ളം കൊള്ളും എന്നുള്ളത് വരെ, അതായത് വോള്യൂം ഓഫ് വാട്ടർ എത്ര കൊള്ളും എന്നുള്ളത് വരെ നമുക്ക് ഈ കോണ്ടൂർ മാപ്പ് ഉപയോഗിച്ച് കണ്ടുപിടിക്കാൻ സാധിക്കും. ഓക്കെ, അപ്പൊ അതൊക്കെയാണ് കുറച്ച് യൂസസ് ഓഫ് കോണ്ടൂർ മാപ്പ്. ഓക്കെ, അപ്പൊ നമ്മുടെ മോഡ്യൂൾ 4 നിങ്ങൾക്ക് ലെവലിംഗ് ഒക്കെ കഴിഞ്ഞു, പിന്നെ കോണ്ടൂറും കഴിഞ്ഞു. ഇനി ചെറിയൊരു ടോപ്പിക് മാത്രമാണ് കവർ ചെയ്യാൻ സാധിക്കാഞ്ഞത്. അത് കുറച്ച് കറക്ഷൻസ് പറയുന്നുണ്ട്. ഓക്കെ, ഇതെല്ലാം കഴിഞ്ഞതാണ്. നിങ്ങൾക്ക് 4th മോഡ്യൂളിൽ എറർ പറയുന്നുണ്ട്, ലെവലിംഗിൽ കുറച്ച് എറേഴ്സ്. അപ്പൊ അത് കുറച്ച് എന്തായാലും നിങ്ങൾക്ക് എക്സാമിന് 3 മോഡ്യൂളേ പഠിക്കേണ്ടതുള്ളൂ. അപ്പൊ ആ ഒരു എറർ ഇൻ ലെവലിംഗ് എന്ന് പറയുന്ന ടോപ്പിക് നിങ്ങൾ വിട്ടോളൂ, കാരണം അത് പഠിപ്പിച്ചാലും കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പൊ നിങ്ങൾ അതിൽ വെറുതെ നോക്കി സമയം കളയണ്ട. ഓക്കെ, അപ്പൊ ഞാൻ ആ ഒരു ടോപ്പിക് എറേഴ്സ് ഇൻ ലെവലിംഗ് എന്ന് പറയുന്ന ടോപ്പിക് മാത്രം ഒന്ന് വിടുകയാണ്, ബാക്കി എല്ലാം കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ നിങ്ങളുടെ സർവേ 4th മോഡ്യൂള് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പൊ ഇനി വരുന്ന എക്സാംസിനൊക്കെ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു.